അക്വിറ്റീസ്. ഈ കാലഘട്ടത്തിൽ നമ്മോടൊപ്പം ജീവിച്ച് സ്വർഗീയ വിശുദ്ധി സ്വന്തമാക്കിയ ഒരു പുണ്യാത്മാവ്. ദിവ്യകാരുണ്യത്തെ സ്വർഗീയ പാതയാക്കിയ ധന്യജീവിതം. നവയുഗത്തിലെ ഇന്റർനെറ്റിന്റെ സാധ്യതകളെ സുവിശേഷ പ്രഘോഷണത്തിനായി ഉപയോഗപ്പെടുത്തിയ വിശുദ്ധ ജീവിതം. തികഞ്ഞ IT പ്രതിഭ. സ്വന്തമായി വെബ്സൈറ്റ് നിർമ്മിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ അത്ഭുതങ്ങളെ ലോകത്തിനു മുൻപിൽ പ്രദർശിപ്പിച്ച യുവാവ്. വെറും 15 വർഷം മാത്രം ഈ ലോകത്ത് ജീവിച്ച് നമ്മെ വിട്ടുപിരിഞ്ഞ കാർലോ അക്വിറ്റീസ്. 2020 ഒക്ടോബർ 10 വാഴ്ത്തപ്പെട്ടവനായി തിരുസഭ പ്രഖ്യാപിച്ച ഈ പുണ്യാത്മാവിനെക്കുറിച്ച് ആഴത്തിൽ നമുക്ക് മനസ്സിലാക്കാം. ഷാലോം TVയിലെ ഹൈവേ ടു ഹെവൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നമ്മൾ കാർലോ അക്വിറ്റീസ് എന്ന് പറയുന്ന ഒരു ടീനേജർ 1991 മുതൽ 2006 വരെ മാത്രം ഈ ഭൂമിയിൽ ജീവിച്ചു പോയ ആ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ഒരു ടീനേജറുടെ വിശ്വാസ വഴിയിലെ ആഴങ്ങളും ബോധ്യങ്ങളും നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന, സാധാരണമായ ഒരു മാനുഷിക ചിന്തയിൽ നമ്മൾ നോക്കുമ്പോൾ ആരെയും അമ്പരപ്പിക്കുന്ന വിധത്തിലുള്ള വിശ്വാസത്തിൻ്റെ ആഴങ്ങളും ബോധ്യങ്ങളും ശീലങ്ങളും നമ്മൾ പല വിധത്തിൽ കേൾക്കുകയായിരുന്നു. നമ്മൾ തുടരുകയാണ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ദിവ്യകാരുണ്യത്തോടുള്ള ആരാധനയും അടുപ്പവും ആഴവും ദിവ്യകാരുണ്യ സ്വീകരണത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥിരതയുമെല്ലാം നമ്മൾ വളരെ വളരെ കൂടുതൽ ആഴങ്ങളിലേക്ക് വ്യത്യസ്ത തലങ്ങളിൽ നിന്ന് ഇനിയും നമുക്ക് കേൾക്കാനുണ്ട്. തീർച്ചയായിട്ടും നമ്മളോടത് പങ്കുവയ്ക്കുന്നത് നമ്മുടെ ബ്രദേഴ്സാണ്. ഈ ബ്രദേഴ്സ് നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ ബ്രദേഴ്സിൻ്റെ വിശുദ്ധരെക്കുറിച്ചുള്ള അന്വേഷണങ്ങളിൽ, വിശുദ്ധ ജീവിതം നയിക്കുന്ന ആളുകളെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിലൊരു വിശുദ്ധ ജീവിതം നയിച്ച് 15 വർഷം ആണ് ജീവിച്ചുള്ളെങ്കിലും ആ കാലഘട്ടത്തിൽ സ്വന്തം ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിച്ച കാർലോയെക്കുറിച്ചുള്ള പഠനങ്ങൾ അവരുടെ കുടുംബവുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വളരെ ആധികാരികമായി നടത്തിയ പഠനങ്ങളുടെ വെളിച്ചത്തിലാണ് വീണ്ടും ഇത് പറയുന്നത്. ഇവിടെ ഞാനൊരു ചോദ്യം ചോദിക്കുന്നത്, കാർലോ അക്വിറ്റീസിനെ കുറിച്ച് 2006 അദ്ദേഹം മരണപ്പെടുന്നത് ലുക്കീമിയ വന്നിട്ടാണ്. ലുക്കീമിയയുടെ ഒരു ഇതിന് കീഴ്പ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്വർഗത്തിലേക്കുള്ള തൻ്റെ വിളി, ദൈവഭവനത്തിലേക്കുള്ള തിരികെയുള്ള ആ വിളിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയായിരുന്നു. അത് സാധാരണ വീണ്ടും മറ്റെല്ലാ വിധത്തിലുമുള്ള സാധാരണ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അദ്ദേഹം ആ രോഗകാലത്തും സന്തോഷം ഒരിക്കലും നഷ്ടപ്പെടാത്ത, ആനന്ദം നഷ്ടപ്പെടാത്ത ഒരു ബാലനായിട്ടാണ് മരിച്ചത് എന്നുള്ള, അല്ലെങ്കിൽ ഒരു ടീനേജറായിട്ടാണ് മരിച്ചത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാലഘട്ടത്തും ഒക്കെ രോഗത്തെയൊക്കെ അദ്ദേഹം എങ്ങനെയാണ് ഇത്ര ആനന്ദകരമായി അതിജീവിച്ചത്, അതും ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഈ രോഗം വന്നപ്പോൾ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഒരു രോഗം വരുവാണെങ്കിൽ നമ്മളൊക്കെ ഡൗൺ ആയി പോകും. പക്ഷേ കാർലോയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ലായിരുന്നു. 2006 ലുക്കീമിയ ബാധിച്ച് അദ്ദേഹം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് പോലും അദ്ദേഹം പരിശുദ്ധ കുർബാന വേണം എന്ന് വാശി പിടിക്കുകയായിരുന്നു. അവിടെ അത് കത്തോലിക്ക ക്രൈസ്തവരുടെ ഹോസ്പിറ്റലായതിനാൽ കുർബാന കൊണ്ടു കൊടുക്കുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ സഹനങ്ങളെ ഒരു ബലിയായിട്ട് ഈശോയുടെ ബലിയോട് ചേർത്ത് വെക്കാൻ അദ്ദേഹം കൊതിച്ചിരുന്നു. അതായത് ഈ സഹനം വന്നപ്പോൾ അതിനോട് ഒന്നും എതിർക്കാതെ, അത് എതിർക്കാൻ പറ്റില്ല, നമുക്കറിയാം, ദൈവത്തിൻ്റെ നിയോഗമാണ്. എങ്കിൽ പോലും അവൻ അതിനോടൊരു ദുഃഖവും കാണിച്ചില്ല. ഞാനൊരു രോഗിയാണെന്നുള്ളൊരു ഫീലിംഗ് അവൻ്റെ മുഖത്തുനിന്ന് ദൃശ്യമായിട്ടില്ല. എപ്പോഴും പുഞ്ചിരിച്ച് കട്ടിലേലാണ് കിടന്നപ്പോൾ അമ്മ പറയുന്ന അവൻ കിടക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ കരയുമ്പോൾ അവൻ സന്തോഷിക്കുക. അവൻ പറഞ്ഞിരുന്നു എങ്കിലും അവൻ പറഞ്ഞിരുന്നു ഞാൻ ഇവിടുന്ന് ഒരിക്കലും വരത്തില്ല, അതെനിക്ക് ഉറപ്പാണ്. പക്ഷെ അവൻ ആ സന്തോഷത്തോടെ പറയുന്നത് അമ്മ കരയരുതെന്ന് അമ്മയോട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ച് വീഴുമ്പോൾ ആ കുട്ടി ജനിക്കുമ്പോഴേ കരയുക ചെയ്യും, കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്. അപ്പം മരിക്കുമ്പം സന്തോഷത്തോടെ മരിക്കണം എന്നുള്ളൊരു ചിന്തയാകണം അവനെ കരയിപ്പിക്കുന്നതെന്ന് ഒരു ദൈവശാസ്ത്രജ്ഞൻ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ വ്യക്തിയിലും ആ ഒരു ചൈതന്യം ഉണ്ടായിരിക്കണം. ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം അവൻ ജനിക്കുമ്പോൾ കരയും, മരിക്കുമ്പോൾ അവൻ സന്തോഷിക്കണം, അവൻ്റെ കൂടെയുള്ള എല്ലാവരും സന്തോഷിക്കുകയും ചെയ്യണം. അവരാരും കരയരുത്. കാരണം വെച്ചാൽ അവൻ സ്വർഗത്തിലേക്കാണ് കരയറാൻ പോകുന്നത്, സ്വർഗത്തിൽ ഈശോയുടെ പക്കലേക്ക്. അപ്പോൾ ഈ ബോധ്യം കാർലോയ്ക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കാർലോ എന്ത് ചെയ്തു? ഈ ചെറിയ സഹനത്തെ കാൽവരിയിൽ ബലിയോട് ചേർത്ത് വെക്കാൻ അവൻ കൊതിച്ചു. അവൻ കട്ടിലേക്ക് കടക്കുമ്പോൾ പോലും ജപമാല ചൊല്ലിക്കൊണ്ട് ഈശോയെ ഈശോയെ എന്ന നാമം വിളിച്ചുകൊണ്ടാണ് അവൻ
കൂടെ ഈ ശക്തി ആർജിച്ചുകൊണ്ടിരുന്നത് ഈ രോഗങ്ങളിൽ നിന്ന്. അപ്പോൾ ഞാൻ ഓർക്കുന്നൊരു കാര്യം, പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യവും ഇതിനു മുമ്പ് വിട്ടുപോയൊരു കാര്യം ഇതാണ്. കാർലോയെ സംബന്ധിച്ചിടത്തോളം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥനയ്ക്ക് വളരെയധികം പ്രാധാന്യം കൽപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ചെറിയ ബാലൻ ഇങ്ങനെയായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അന്നന്ത് വേണ്ടുന്ന പരിശുദ്ധ കുർബാന എനിക്ക് തരണമേ എന്നായിരുന്നു അവൻ ശാഠ്യം പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അതായത് സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കാൻ ഈശോ പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ അവൻ കൂട്ടിച്ചേർത്തു, അന്നന്ന് വേണ്ടുന്ന പരിശുദ്ധ കുർബാന എനിക്ക് തരണമേ. അപ്പോൾ അന്നന്ന് വേണ്ടുന്ന പരിശുദ്ധ കുർബാന കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പ്രലോഭനത്തിൽ വീഴത്തില്ല എന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവൻ ആ പ്രാർത്ഥന ചൊല്ലാനിടയായത്. അപ്പോൾ ഇവനെ ഈ തുണച്ചത്, ഈ മരണക്കടക്കയിൽ പോലും തുണച്ചത് കാൽവരിയിലെ ബലിയുടെ അനുസ്മരണമാണ്. അതിനോട് തൻ്റെ സഹനങ്ങളെല്ലാം ചേർത്ത് വെച്ചപ്പോൾ അവന് സന്തോഷത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നതാണ് നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും. താങ്ക് യു ബ്രദർ എഫ്രേം. കാരണം ഇത് കാർലോയുടെ ഈ ഒരു ലുക്കീമിയ കാലത്തെ ഹോസ്പിറ്റലൈസ്ഡ് ആയപ്പോൾ പോലും വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി സ്വീകരിക്കാൻ വേണ്ടി നിർബന്ധം പിടിച്ചിരുന്ന അല്ലെങ്കിൽ സ്വീകരിച്ചിരുന്ന ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ വേദനയൊക്കെ ഒരു ബലിയോട് ചേർത്ത്, ഈശോയുടെ ദിവ്യബലിയോട് ചേർത്ത് മറ്റൊരു ബലിയായിട്ട് ഇതിനെ ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് പറയുന്നത്. കാരണം കൊച്ചുരേസ്യ പുണ്യവതിയെക്കുറിച്ചും ഇങ്ങനെ നമ്മൾ കേട്ടിട്ടുണ്ട്. എല്ലാ ദിവസവും ദേവാലയത്തിൽ വന്ന് രോഗശായി കിടക്കുമ്പോൾ പോലും ചാപ്പലിൽ വന്ന് കുർബാന സ്വീകരിക്കാൻ നിർബന്ധം കാണിച്ച് ചാപ്പലിൽ വന്ന് ഒരു ദിവസം കുർബാന കഴിഞ്ഞ് ക്ഷീണം കാരണം, അത്രയും നേരം അവിടെ വന്ന് കുർബാന പങ്കെടുത്തതിൻ്റെ ക്ഷീണം കാരണം ആവൃത്തിയിൽ വിശ്രമിക്കുമ്പോൾ ഒരു കൂടെയുള്ള മറ്റൊരു സന്യാസിനി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാണ് ഇത്രയും വേദന എടുത്തിവിടെ വരുന്നത്, കുർബാന മുറിയിൽ എത്തിച്ചു തരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയണേ, വിശുദ്ധ കുർബാനയോട് തുലനം ചെയ്യുമ്പോൾ എൻ്റെ സഹനങ്ങൾ എത്രയോ നിസ്സാരം. സഹനത്തിൻ്റെ ഏറ്റവും വലിയ ആവിഷ്കാരമാണ് വിശുദ്ധ കുർബാന. അത് തന്നെ കാർലോയ്ക്ക് മനസ്സിലാക്കിയിരുന്നു. കാർലോ അത് തിരിച്ചറിഞ്ഞിരുന്നുള്ളതാണ്. ഈ ലുക്യൂമിയ കാലത്തുള്ള ഒന്നും കാർലോയുടെ മുഖത്തെ സന്തോഷത്തെ, ഉള്ളിലെ ആനന്ദത്തെ ഒരിക്കലും കെടുത്തിക്കളഞ്ഞില്ല എന്നുള്ളതിൻ്റെ രഹസ്യം നമുക്കിപ്പോൾ കൃത്യമാണ്. കാരണം വിശുദ്ധ കുർബാനയുടെ ആ ബലിയിലെ സഹനത്തോട് ചേർത്ത് തൻ്റെ ഈ ചെറിയ സഹനത്തെ സമർപ്പിക്കാൻ കാർലോ തയ്യാറായി എന്നുള്ളതാണ് കാർലോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യം. ഒരുപക്ഷെ ക്രിസ്ത്യാനിയുടെ ഏറ്റവും വലിയ ആരാധനയായ വിശുദ്ധ കുർബാനയോട് കാർലോയ്ക്ക് ഉണ്ടായിരുന്ന ഈ പ്രണയവും, പിന്നെ ഇന്ന് നമുക്കറിയാം പലപ്പോഴും ഇന്ന് ഈ വിശുദ്ധ കുർബാനയെ അവഹേളിക്കുന്ന ധാരാളം പ്രവണതകൾ ഇന്ന് നമ്മുടെ ചുറ്റുപാടിലുമുണ്ട്. നമ്മൾ പല പേരിട്ട് വിളിക്കുന്ന ഒരു ക്രിസ്ത്യാനിറ്റിക്കും അല്ലെങ്കിൽ വിശ്വാസങ്ങൾക്കും യേശുവിനും എതിരെ നിൽക്കുന്ന പല പ്രസ്ഥാനങ്ങളും സംഘടനകളും ഒക്കെ ഉണ്ടല്ലോ. അവരൊക്കെ ഈ വിശുദ്ധ കുർബാന പോലും എങ്ങനെ അവഹേളിക്കാമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. പിന്നെ നമ്മുടെ ഒക്കെ വിശ്വാസികളുടെ കൂട്ടത്തിൽ പോലും അവഹേളിക്കുന്നില്ലെങ്കിലും വിശുദ്ധ കുർബാനയുടെ ഒരു യഥാർത്ഥമായ ആ ജീവനെക്കുറിച്ചും വിശുദ്ധ കുർബാന എന്ന യാഥാർത്ഥ്യത്തിൻ്റെ യഥാർത്ഥമായ സത്യത്തെക്കുറിച്ചും ഇത്തിരിയൊക്കെ സംശയത്തോടെ നോക്കുന്ന ആളുകൾ നമ്മളുടെ സ്വാഭാവിക വിശ്വാസികളുടെ കൂട്ടത്തിലും ഉണ്ട് എന്നാണ് പലപ്പോഴും ഞാൻ ഈ പല പ്രോഗ്രാമുകൾക്കൊക്കെ പോകുമ്പോൾ ചോദ്യങ്ങളും ധ്യാനങ്ങളിലൊക്കെ ഉള്ള ഇൻട്രാക്ഷൻസിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടെ ഞാനിത് പറയാൻ കാരണം കാർലോ ഇത്തരം ഇന്ന് ലോകത്ത് കത്തോലിക്ക സഭ വളരെ അന്വേഷണപരമായി ശാസ്ത്രീയമായി ഒക്കെ അന്വേഷണം നടത്തി സ്ഥിരീകരിച്ചിട്ടുള്ള ഒരു യൂക്കറിസ്റ്റിക് മിറക്കിൾസിൻ്റെ ഒക്കെ പുറകെ ഇതിൻ്റെ കാർലോയ്ക്ക് സംശയമുള്ളതുകൊണ്ടല്ല, മറ്റുള്ളവർക്ക് വേണ്ടി ഈ യാഥാർത്ഥ്യ സത്യങ്ങളെ അറിയിക്കുന്നതിന് വേണ്ടി കാർലോ ഒരു അന്വേഷണം നടത്തിയ ആളാണെന്നാണ് ഞാൻ എവിടെയോ കേട്ടിട്ടുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഒന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ജോൺ പറഞ്ഞു തുടങ്ങാം. കാർലോയുടെ ജീവിതത്തിൽ കാർലോയുടെ ഏറ്റവും വലിയ ലെഗസി എന്ന് പറയുന്നത് തന്നെ ഈ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളുടെ ശേഖരണമാണ്. മറ്റൊരു വിശുദ്ധനിൽ നിന്ന് കാർലോയെ വ്യത്യസ്തനാക്കുന്നതും ഈ അത്ഭുതങ്ങളുടെ പുറകെ പോയി അത് സ്വന്തം ക്യാമറയിൽ പകർത്തി ഗ്രാഫിക്സ് കൊടുത്ത് അതിനെപ്പറ്റി വളരെ മനോഹരമായ രീതിയിൽ തൻ്റെ കമ്പ്യൂട്ടറിലൂടെ വെബ്സൈറ്റിൽ രൂപീകരിച്ച് മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളെ പറ്റിയും വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടെന്ന ബോധ്യവും കാർലോ മറ്റുള്ളവരിലേക്ക് പകരാൻ കാർലോയ്ക്ക് കഴിഞ്ഞു എന്നത് കാർലോയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിജയം തന്നെയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നോക്കുമ്പോൾ കാർലോ 142ഓളം ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ തൻ്റെ വെബ്സൈറ്റിൽ കാർലോ കളക്ട് ചെയ്തിരുന്നു. 17ഓളം രാജ്യങ്ങൾ സന്ദർശിച്ച് അവിടെയൊക്കെ പോയി ഫോട്ടോ എടുത്ത് വിശുദ്ധ കുർബാനയെപ്പറ്റി കൂടുതൽ നന്നായി പഠിച്ച് ആ അത്ഭുതത്തെപ്പറ്റി നന്നായിട്ട് ധ്യാനിച്ച് തൻ്റേതായ രീതിയിൽ തൻ്റെ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഗ്രാഫിക്സ് ആക്കി മറ്റുള്ളവർക്ക് വളരെ ആകർഷകമായ രീതിയിൽ തന്നെ ഒരു വെബ്സൈറ്റ് രൂപീകരിച്ച് കാർലോയ്ക്ക് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു എന്നത് കാർലോയുടെ വിജയമാണ്. മരിക്കുന്നതിന് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ വെബ്സൈറ്റ് പ്രദർശിപ്പിക്കപ്പെട്ടത്. 2002 മുതൽ തന്നെ കാർലോ ഈ ഒരു കളക്ഷന് വേണ്ടി, ഇങ്ങനെ ഒരു ശേഖരണത്തിന് വേണ്ടി കാർലോ തൻ്റെ ജീവിതം മാറ്റിവെച്ചിരുന്നു. എങ്ങനെയാണ് കാർലോ ഇങ്ങനെ ഒരു അത്ഭുതത്തിൻ്റെ പുറകെ പോകാനും ഈ അത്ഭുതങ്ങൾ
ഇങ്ങനെ ഒരു വെബ്സൈറ്റിൽ ആക്കി മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണമെന്ന് കാർലോയ്ക്ക് തോന്നിയത് എന്ന് നമ്മുടെ എല്ലാവരുടെയും ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ചോദ്യമാണ്. 2002 ഇതിന് സംബന്ധമായിട്ടുള്ള ഒരു സംഭവം കാർലോയുടെ ജീവിതത്തിൽ നടക്കുന്നത്. റിമിനിയിൽ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ കാണാൻ വേണ്ടി കാർലോ റിമിനി പോകുന്നു. അവിടെ പോകുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളും വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളുടെ ശേഖരണവും അവിടെ ഉണ്ടായിരുന്നു. അതാണ് കാർലോയെ ആകർഷിച്ചത്. വിശുദ്ധ കുർബാനയുടെ അത്ഭുതം കണ്ടു, അതോടൊപ്പം തന്നെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങളുടെ ശേഖരണം 2002 കാർലോയെ കാണുമ്പോൾ കാർലോയ്ക്ക് തോന്നുവാണ് ഇതുപോലെ തന്നെ ഒരെണ്ണം വെർച്വലായിട്ട് ഇപ്പോൾ എല്ലാവർക്കും ഇതുപോലെ എല്ലായിടത്തും പോയി കണ്ട് മനസ്സിലാക്കാനോ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാനോ സാധിക്കില്ല. അതുകൊണ്ട് വെർച്വലായിട്ട് എങ്ങനെയാണ് ഇപ്പോഴത്തെ ഇത്ര ഇൻ്റർനെറ്റും ഇങ്ങനെ ഫെസിലിറ്റീസൊക്കെ ഉള്ളപ്പോൾ വാട്സപ്പും ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ ഉള്ളപ്പോൾ ഇതെങ്ങനെ ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ രീതിയിൽ ബാക്കിയുള്ളവർക്ക് കൂടുതൽ അവർക്ക് ഒത്തിരി ബുദ്ധിമുട്ടാതെ, അതായത് ഇവിടെ ഇത്രയും ദൂരം വന്ന് കണ്ട് ബുദ്ധിമുട്ടി ഒരു സംഘടിപ്പിക്കേണ്ട രീതിയിലല്ലാതെ വളരെ എളുപ്പത്തിൽ അവർക്ക് വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള അറിവ് മനസ്സിലാക്കി കൊടുക്കുവാൻ കാർലോ ഉദ്യമിച്ചു എന്നുള്ളതാണ്. ഈ ഒരു കാര്യമാണ് കാർലോയുടെ ജീവിതത്തിൽ വളരെയധികം ആകർഷകമായി കാർലോയുടെ ലെഗസിയായിട്ട് തന്നെ നമ്മളെല്ലാം മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കാർലോയെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു വിശുദ്ധ കുർബാനയുടെ അത്ഭുതമാണ് ലാൻസിയാനോയിലെ വിശുദ്ധ കുർബാനയുടെ അനുഭവം. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു അനുഭവമാണ്. AD 700 ഈ അത്ഭുതം സ്ഥിരീകരിക്കപ്പെടുന്നത്. അത് ഇറ്റലിയിലെ ലാൻസിയാനോയിൽ ഒരു ബ്രസീലിയൻ സന്യാസി വൈദികന് കുർബാനയുടെ ഇടയ്ക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യമുണ്ടോ എന്ന് ഒരു സംശയം തോന്നുന്നു. വിശുദ്ധ കുർബാനയിൽ ഈശോ തന്നെ ആയി മാറുന്നുണ്ടോ, ഈ അപ്പവും വീഞ്ഞും ചുമ്മാ ഞാൻ ഇങ്ങനെ വാഴ്ത്തുകയും വിഭജിക്കുകയും ചെയ്യുമ്പോൾ അതിനകത്ത് ഈശോ തന്നെ അതിനകത്ത് വരുന്നുണ്ടോ എന്ന് ലാൻസിയാനോയിലെ ഈ ബ്രസീലിയൻ സന്യാസി വൈദികനൊരു സംശയം ജനിക്കുകയാണ് വിശുദ്ധ കുർബാനയുടെ സമയത്ത്. അതിനുശേഷം വിശുദ്ധ കുർബാന ഈശോയുടെ തിരുശരീരവും ഈശോയുടെ ഈ തിരുരക്തവുമായി മാറുന്ന ഒരു കാഴ്ചയാണ് ലോകം മൊത്തം കണ്ടത്. അതിന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇന്നും ലാൻസിയാനോയിൽ സൂക്ഷിക്കപ്പെടുന്നു. നമുക്ക് ഇത് ഇവിടെ കാണാം. ഞാനത് ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ഇങ്ങനെ. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതിങ്ങനെ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയാണ്. കാർലോയുടെ ജീവിതത്തിൽ കാർലോയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധ കുർബാനയുടെ അത്ഭുതം തന്നെയാണ് ലാൻസിയാനോയിലെ ഈ അപ്പവും വീഞ്ഞും ഈശോയുടെ തിരുശരീരവും തിരുരക്തവുമായി മാറിയത്. ഈ ഒരു കാഴ്ചപ്പാട് തന്നെ കാർലോയുടെ ജീവിതത്തെ തന്നെ മൊത്തത്തിൽ മാറ്റിമറിച്ചു എന്നാണ് കാർലോ തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള അത്ഭുതങ്ങൾ, ഇങ്ങനെ വിശുദ്ധ കുർബാനയുടെ അത്ഭുതങ്ങൾ കാണുമ്പോഴെങ്കിലും മറ്റുള്ളവർക്ക് വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കാൻ സാധിക്കുമെന്ന് കാർലോയ്ക്ക് മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു വെബ്സൈറ്റ് കാർലോ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ തുറന്നു കാട്ടിയത്. നമുക്ക് തീർച്ചയായിട്ടും ഇങ്ങനെ കാർലോ നമ്മളെ വെബ്സൈറ്റിനെ കുറിച്ചും അല്ലെങ്കിൽ കാർലോയുടെ ഒരു മീഡിയ ഇവാഞ്ചലൈസേഷൻ പോയിന്റിനെ കുറിച്ചും നമുക്ക് അടുത്തൊരു എപ്പിസോഡ് ഉണ്ടെങ്കിലും ആ ഒരു യൂക്രിസ്റ്റിക് മിറക്കിൾ ഇത് ചെയ്ത വെബ്സൈറ്റ് ഒന്ന് പറയാമോ? www.carloacutis.com എന്നാണ് www.carloacutis.com. കാർലോ CARLOACUTIS. ഞാൻ തീർച്ചയായിട്ടും ഈ ലാൻസിയാനോയിലെ ദിവ്യകാരുണ്യ അത്ഭുതം നടന്ന സ്ഥലം, ഇന്നിപ്പോൾ പടത്തിൽ കാണുന്ന ഈ ഒരു സ്ഥലം, ഇത് പല പ്രാവശ്യം നേരിട്ട് പോയി കാണാൻ ദൈവം അവസരം തന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് ഇവിടെ ഒരു കാര്യം ഉറപ്പിച്ച് ഞാൻ പറയുന്നു, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ ഇത്രയും ഒരുപക്ഷെ റെമിനിയിൽ പോയപ്പോഴാണ് ഇങ്ങനൊരു ചിന്ത ഉണ്ടായതെന്ന് പറയുന്നു. ഇത് നമ്മൾക്കും ഇതുപോലൊരു അത്ഭുതം നടക്കാൻ വേണ്ടിയല്ലല്ലോ, നമ്മുടെ നാവിലും ഇതുപോലത്തെ ഈ രീതിയിലൊരു അത്ഭുതം നടക്കാൻ വേണ്ടിയോ നമ്മളായിരിക്കുന്ന സ്ഥലത്തൊക്കെ ഇതുപോലത്തെ ഒരു അത്ഭുതം നടക്കാൻ വേണ്ടിയല്ല ഇത് പറയുന്നത് ക്രിസ്തുവിൻ്റെ യഥാർത്ഥമായ ശരീരവും രക്തവുമായി അപ്പവും വീഞ്ഞും മാറുന്നു. ഇത് സിംബോളിക്കായിട്ടുള്ള ഇത് മാത്രമല്ല, ഇത് യഥാർത്ഥമായി സംഭവിക്കുന്നു എന്ന് എല്ലാവർക്കും വിശ്വാസം വരാൻ വേണ്ടിയാണ് ഈ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ ഇതിനർത്ഥമുണ്ട്, ഇതിന് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. എല്ലാ ദിവസവും നമ്മൾ ഓരോരുത്തരും നമ്മുടെ നാവിൻ തുമ്പിൽ സ്വീകരിക്കുന്ന ഓരോ ഇതും അത്തരത്തിൽ തന്നെയാണ്, യഥാർത്ഥമായ ശരീരവും രക്തവും തന്നെയാണ് എന്ന് ഉറപ്പ് നമുക്ക് വേണം. വിശ്വാസത്തിൽ അങ്ങനെ ഒരു സംശയമുള്ളവർക്ക് തീർച്ചയായിട്ടും ഈ അത്ഭുതങ്ങൾ ഒരു ഉറപ്പിന് കാരണമാകും. പക്ഷേ എനിക്കും നിങ്ങൾക്കൊന്നും അത്തരത്തിലൊരു സംശയമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ ഇതുപോലൊരു വിശ്വാസത്തിൻ്റെ വഴിയെ നടക്കുമോ, ദിവ്യകാരണത്തിൻ്റെ പുറകെ പോകില്ല. പക്ഷേ ഇതിനകത്ത് കാർലോ കണ്ടൊരു വഴി വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത്തരത്തിൽ ഒരു യൂക്രിസ്റ്റിക് മിറക്കിൾ ഒക്കെ
അത് കാർലോയെ കൂടുതലായി ഒരു പടി കൂടി ദിവ്യകാരുണ്യത്തോട് അടുപ്പിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിലുപരി എല്ലാവർക്കും ഇതുപോലെയുള്ള സ്ഥലങ്ങൾ പോയി സന്ദർശിക്കുക എളുപ്പമല്ല. അതിനൊരു വെർച്വൽ റിയാലിറ്റിയിൽ അതിന് ഒരു എക്സിബിഷനുള്ള സാധ്യത ഉണ്ടാക്കുക എന്ന് മനോഹരമായൊരു കാര്യമാണ്. നമുക്ക് അതിൻ്റെ കാർലോ കണ്ടിരുന്ന മറ്റു മാനങ്ങളെക്കുറിച്ച് ഈ വെർച്വൽ റിയാലിറ്റിയിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ എത്തിക്കുന്നതിൻ്റെ വളരെ മനോഹരമായ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എന്താ ഒരർത്ഥത്തിൽ ടെക്നിക്കൽ സ്കില്ലും ഒക്കെ വളരെ അത്ഭുതകരമാണ്. അപ്പോൾ നമ്മളൊരു മീഡിയ ഇവാഞ്ചലൈസേഷൻ മറ്റൊരു എപ്പിസോഡ് നമുക്ക് കാണാം. പക്ഷെ ഇവിടെ വളരെ കൃത്യമാണ് കാർലോ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു ശേഖരം ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഓരോ ദിവ്യകാരുണ്യ അത്ഭുതവും അന്വേഷിച്ച് നേരിട്ട് കണ്ടും ഒക്കെ മനസ്സിലാക്കുമ്പോൾ അത് കാർലോയുടെ ആ ദിവ്യകാരുണ്യത്തോടുള്ള ആരാധന കൂടുതൽ ആഴപ്പെടുകയായിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാർലോ പറയുന്ന അനുഭവങ്ങളിൽ, അല്ലെങ്കിൽ കാർലോയുടെ മാതാപിതാക്കളിൽ നിന്നുള്ള അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കൂടുതലായിട്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഈ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ നമുക്ക് പങ്കുവയ്ക്കാം. തീർച്ചയായിട്ടും റേച്ചേട്ടൻ പറഞ്ഞതെല്ലാം ശരിയാണ്, വളരെ ശരിയാണ്. കാർലോയുടെ ജീവിതത്തിൽ കാർലോ ഏറ്റവും പ്രാധാന്യം നൽകിയത് പരിശുദ്ധ കുർബാനയ്ക്ക് ആയതിനാൽ തന്നെയാണ് ഈ ശേഖരങ്ങൾ കളക്ട് ചെയ്തത്. അപ്പോൾ ഇതിനെ കൂടുതൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഇതാണ്, കാർലോ ഇതെല്ലാം കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ക്രമീകരിക്കുന്ന ഒരു നടപടിയുണ്ട്. ആ ക്രിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇന്നത്തെ നമുക്കൊക്കെ പല തിരക്കുകൾ കാണും, നമ്മൾക്കൊക്കെ പല കഴിവുകളുണ്ട്. കാർലോയെ സംബന്ധിച്ചിടത്തോളം അവൻ വെറും ചെറു പ്രായത്തിൽ അവനുള്ള ജ്ഞാനം വെച്ച് അവനിതെല്ലാം കളക്ട് ചെയ്തു വെച്ചു. ചിത്രങ്ങളും അവിടെ അനുബന്ധിതമായിട്ടുള്ള വൈദികരെയും സന്യസ്തരെയും എല്ലാം ഇൻ്റർവ്യൂ ചെയ്ത് അവരുടെ രേഖകളെല്ലാം കളക്ട് ചെയ്തുകൊണ്ട് കാർലോ വീട്ടിൽ ചെന്നിട്ട് ഇതെല്ലാം ക്രോഡീകരിച്ച് ഒന്നാക്കുക എന്ന് പറഞ്ഞ നടപടി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കാർലോയുടെ അമ്മ എന്നോട് പറഞ്ഞ് 2.5 വർഷം ഉറക്കം ഉളച്ചാണ് അവൻ ചെയ്തത്. ഈശോയ്ക്ക് വേണ്ടി തൻ്റെ ഉറക്കം പോലും വേണ്ട, അവന് അതിൻ്റെ ഇടയ്ക്ക് പാലും എന്തെങ്കിലും കൊടുക്കാൻ പോകണമെങ്കിൽ അതുപോലും അവിടെ ഇരുന്ന് തണുത്ത് പോയി, ചിലപ്പോൾ അമ്മ പോയി ഓർമ്മിപ്പിക്കുമ്പോഴായിരിക്കും അവനത് ശ്രദ്ധിക്കുന്നത്. ഇതിന് ഗ്രാഫിക്സ് കൊടുക്കാൻ വേണ്ടി അവൻ പെടാപാട് വിട്ടുകൊണ്ടിരിക്കുക, ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം. അപ്പോൾ ഇവന് ഈ അസുഖം വന്നപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇവന് ആ ഒരു ഈശോയോടുള്ള മനോഭാവം കൊണ്ടാണ് അവനത് സഹിച്ചത്. അതുകൊണ്ടാണ് ഇവൻ ഈ ഉറക്കം ഉളച്ചു പോലും ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പ്രാപ്തനാകുന്നത്. അപ്പോൾ ഈ കാർലോ ചെയ്ത ഈ ഒരു വെബ്സൈറ്റിന് പിന്നീട് സഭയിൽ തന്നെ, ആഗോള സഭയിൽ തന്നെ വലിയ അംഗീകാരം കിട്ടി. അന്ന് വരെ നമ്മുടെ കത്തോലിക്ക സഭയിൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു അമൂല്യ ശേഖരമില്ലായിരുന്നു. അതുകൊണ്ട് ഈ കാർലോ കളക്ട് ചെയ്ത് ഈ വെർച്വൽ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഒരു മ്യൂസിയം പോലെ ആക്കിയപ്പോൾ വത്തിക്കാനിൽ നിന്ന് തന്നെയായിരുന്നു ആദ്യം ഉള്ള ഫോൺ വിളി. വത്തിക്കാനിൽ നിന്ന് ഇന്നത്തെ ആർച്ച് പ്രീസ്റ്റും കൂടെയാണ് അദ്ദേഹം. അന്നത്തെ ആർച്ച് പ്രീസ്റ്റാണ്, വത്തിക്കാനിലെ മാർപ്പാപ്പയുടെ വികാരി ജനറലാണ് കാർഡിനൽ ആഞ്ചലോ കൊമാസ്ട്രി. ആ പിതാവ് വിളിച്ചിട്ട് അവരെ അനുമോദിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഇത് കണ്ടിന്യൂ ചെയ്യണം, അതിന് എല്ലാ സപ്പോർട്ടും ചെയ്യാമെന്ന് പറഞ്ഞ് ഈ ഒരു വെബ്സൈറ്റിനെ ഫോർവേഡ് ചെയ്തത് അഭിമന്യ പിതാവാണ്. അതോടൊപ്പം തന്നെ അന്നത്തെ വിശ്വാസ കാര്യാലയത്തിൻ്റെയും ഡോക്ടർ ഓഫ് ഫെയ്ത്തിൻ്റെ അതിൻ്റെ കാര്യാലയത്തിൻ്റെ തലവനായ കാർഡിനൽ റഫേലോ പിതാവും കൂടെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ 5 കോണ്ടിനെൻറ്റുകളിൽ ഇത് പ്രദർശിപ്പിക്കാനിടയായി. 5 കോണ്ടിനെൻറ്റിൽ നൈറ്റ്സ് ഓഫ് കൊളംബസ്, പിന്നെ അതോടൊപ്പം തന്നെ റിയൽ പ്രസൻസ്, പിന്നെ ഏഷ്യയിൽ ഞങ്ങളുടെ കാർലോ വോയിസ്, ഇങ്ങനെയുള്ള 5 കോണ്ടിനെൻറ്റുകളിലും 5 ഓരോ അസോസിയേഷൻ്റെ വിങ്ങുകൾ തുടങ്ങിയിട്ട് അതുവഴി ഇത് പ്രദർശിപ്പിക്കാൻ തുടങ്ങി. 2013 വത്തിക്കാനിൽ ഒഫീഷ്യലായിട്ട് ഇത് അനൗൺസ് ചെയ്തതും ഇതിനെ കാർലോയെ അനുബന്ധിച്ച് കാർലോയുടെ ഈ ലെഗസിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പല ടെലിവിഷൻ മാധ്യമങ്ങളിലും കുറേ ഇൻ്റർവ്യൂകളൊക്കെ വരാനിടയായിരുന്നു. അപ്പോഴാണ് കാർലോയെ പറ്റി കൂടുതൽ പൊതുജനം അറിയാനിടയായത്. കാർലോയുടെ വെബ്സൈറ്റിനെ പല യൂണിവേഴ്സിറ്റിയും 1000ഓളം യൂണിവേഴ്സിറ്റികൾ ഇതിനെ പഠന വിഷയമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അതോടൊപ്പം തന്നെ പല യൂണിവേഴ്സിറ്റിക്കും ഇത് ഹെൽപ്ഫുള്ളായി. 1000ഓളം ഇടവകകൾ, അന്ന് കാർലോ ജീവിച്ചിരുന്ന സമയത്ത് തന്നെ ഇത് ആദ്യം പ്രദർശിപ്പിച്ചത് മിലാനിലെ കത്തീഡ്രൽ ദേവാലയത്തിലാണ്. സെയിൻറ്റ് ചാൾസ് ബൊറോമിയുടെ നാമത്തിലുള്ള കത്തീഡ്രൽ ദേവാലയത്തിൽ ഇവർ പാനലായിട്ട് ഇത് പ്രദർശിപ്പിച്ചു. പാനലുകൾ അതായത് 142 പാനലുകളായിട്ട് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയിൽ 3 ഭാഷകളിൽ, ഇംഗ്ലീഷ്, ഇറ്റാലിയൻ, ജർമ്മൻ, ഈ 3 ഭാഷകളിൽ അവിടെ പാനലുകൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച്, അതും കാർലോ തന്നെയാണ് ചെയ്ത ആ പാനലുകൾ. 142 പാനലുകളുടെ എക്സിബിഷൻ അവിടെ നടത്തും. വെർച്വൽ എക്സിബിഷനിലുപരി അവിടെ ഒരു റിയൽ ആയിട്ടുള്ള ഒരു എക്സിബിഷനും കാർലോ ജീവിതകാലത്ത് നടത്തിയിരുന്നു. ഇന്നും ഇതിൻ്റെ പകർപ്പവകാശം ഈ 5 അസോസിയേഷനുള്ള 5 കോണികളിൽ 5 അസോസിയേഷനുണ്ട്. ഈ അസോസിയേഷനോട് വിങ്ങായിട്ട് ചേർന്നിരിക്കുന്നത്. ഇപ്പം നമുക്ക് കേരളത്തിനാണെങ്കിലും നമ്മുടെ കാർലോ വോയിസിൻ്റെ
മെയിലിനാണ് അത് പകർപ്പവകാശം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. താമസിക്കാൻ ഞങ്ങളുടെ വെബ്സൈറ്റിൽ അത് അപ്ലോഡ് ചെയ്യും മുഴുവൻ കാർലോയുടെ ഈ അമൂല്യ ശേഖരങ്ങളുടെ എല്ലാ കളക്ഷനും. അപ്പോൾ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ കാർലോ ആഗ്രഹിക്കുന്ന രീതിയിൽ, കാർലോ ആഗ്രഹിച്ച രീതിയിൽ ഇന്ന് ലോകമെമ്പാടും എത്തി എന്നുള്ളത് ദൈവത്തിൻ്റെ ഒരു അമൂല്യ ഒരു കൃപയാണ്. കാരണം വെച്ചാൽ കാർലോ ആഗ്രഹിച്ച് അവിടെ നടന്നിരിക്കുന്നു. കാരണം കാർലോയുടെ ആഗ്രഹം പ്രശസ്തി ആർജിക്കുക എന്നതല്ലായിരുന്നു. അതിലുപരി ഈശോയുടെ തിരുസാന്നിധ്യം പരിശുദ്ധ കുർബാനയിലെ സത്യമാണ്, അത് വ്യാജമല്ല എന്ന് മറ്റുള്ളവർക്ക് എടുത്തു കാട്ടാൻ വേണ്ടിയാണ് കാർലോ ആഗ്രഹിച്ചത് ആ ചെറുപ്രായത്തിൽ. അത് ഇന്നും ലോകത്തിൽ നമ്മൾ കാണുന്നു. ലോകം മുഴുവനിലും അവൻ്റെ ആ മിഷൻ എത്തിയെന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഏറെ സന്തോഷം. കാരണം ഇത് ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ കൂടിയാണ് എന്നുള്ളത് നമ്മൾ വീണ്ടും പറയണം. കാരണം കാർലോയ്ക്ക് ഇത് ഇന്നിങ്ങനെ അമൂല്യ ശേഖരമുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാക്കിയിട്ടോ എന്നായിരിക്കും നമുക്കറിയത്തില്ല. പക്ഷേ ഇത് ദൈവം ആഗ്രഹിക്കുന്നു, ഈശോയ്ക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൊരു ചിന്തയാണ് കാർലോയെ ഈ പറഞ്ഞ 2-2.5 വർഷം ഉറക്കമുളച്ചിരുന്നത് ചെയ്യാൻ സാധിച്ചു. പക്ഷേ ഇത് പിന്നീട് സഭയിൽ ഇത് വലിയ സഭയ്ക്ക് സമൂഹത്തിനൊക്കെ ഉപകാരപ്പെടുന്നൊരു മുതൽക്കൂട്ടായിട്ട് ഇത് മാറുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണല്ലോ. തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം കാർലോ അക്വിറ്റസിൻ്റെ ഓരോ ഏരിയയും, പ്രത്യേകിച്ച് ദിവ്യകാരുണ്യത്തിൻ്റെ ഇത് എത്രമാത്രം പറഞ്ഞാലും നമുക്ക് തീരില്ല. പക്ഷേ നമുക്ക് ഈ എപ്പിസോഡോട് അവസാനിപ്പിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടി ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ എപ്പിസോഡ് എപ്പിസോഡിലേക്ക് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ദൈവഹിതം അനുസരിച്ച് പ്രവർത്തിക്കുന്ന കാർലോയെയാണ് നമ്മൾ ശരിക്കും ഇവിടെ കാണുന്നത്. ദൈവം ഒരു കാര്യം നല്ലതാണെന്ന് കാണിച്ചു കൊടുത്തു കാർലോയ്ക്ക്. ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കാർലോയ്ക്ക് കഴിഞ്ഞു. അതാണ് ശരിക്കും ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളുടെ ഈ വെബ്സൈറ്റ് കാർലോ തുടങ്ങിയപ്പോൾ കാർലോയുടെ ഈ വെബ്സൈറ്റ് വളരെയധികം വിജയകരമാകാൻ കാരണം ദൈവഹിതമനുസരിച്ചുള്ള പ്രവർത്തനം ആയതുകൊണ്ടാണ്. അത് മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും കാർലോയ്ക്ക് കഴിഞ്ഞു. തീർച്ചയായിട്ടും ദൈവഹിതത്തിന് പൂർണ്ണമായും വിധേയപ്പെട്ട ആളാണ് കാർലോ എന്ന് നമുക്കിതിലെല്ലാം വ്യക്തമാണ്. ഞാനിവിടെ ഒരു വ്യത്യസ്തമായൊരു ചിന്ത, ഒരു ദിവ്യകാരുണ്യം എന്നൊരർത്ഥത്തിൽ മാത്രമല്ല മറ്റൊരു ചിന്ത കൂടി എനിക്ക് പെട്ടെന്ന് തോന്നുന്നത്. കാരണം ഇന്ന് കാർലോയെ പോലെ ഒരാൾ 15 വയസ്സ് മാത്രം ജീവിച്ച് 15ാമത്തെ വയസ്സിൽ ഈ ഒരു രോഗത്തിന് കീഴ്പ്പെടുമ്പോൾ ധാരാളം ആളുകളുടെ ഒരു നിരാശപ്പെട്ട പലപ്പോഴും വാക്കുകൾ കേൾക്കാനിടയായിട്ടുണ്ട്. ഇത്ര പ്രാർത്ഥിച്ചിട്ടും ഇത്ര ദൈവോന്മുഖരായി നടന്നിട്ടും ഒക്കെ ദൈവം എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയില്ലല്ലോ, പ്രാർത്ഥിച്ചില്ല. പക്ഷേ ഇവിടെ അതിനൊരു മറുപടിയല്ലേ. ഉള്ള കാലം അത്ര ഭംഗിയായി ജീവിച്ചിട്ട് ഇന്നും മനുഷ്യരുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാന്നിധ്യമായി കാർലോ തുടരുന്നത് ദൈവം അനുവദിച്ച അത്രയും കാലം ദൈവഹിതത്തിനനുസരിച്ച് വിശ്വസ്തയോടെ ജീവിച്ചത് കൊണ്ടാണ് കാർലോ ഇന്നും ജീവിക്കുന്ന സാന്നിധ്യമായി മാറുന്നത്. ഒരുപക്ഷെ നമ്മളാരും ഒരിക്കൽ പോലും കാണാനോ കേൾക്കാനോ ഇടയില്ലാതിരുന്ന ഒരു കാര്യമാണ് ഇറ്റലിക്കാരനായ കാർലോയെ നമ്മൾ ഒരിക്കലും അറിയേണ്ട സാഹചര്യമില്ല. ഇന്ന് നമ്മൾ കേരളത്തിലിരുന്ന് നമ്മൾ ഇത്തരത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിലിരുന്ന് നമ്മൾ ഇത്തരത്തിലൊരു ആളെക്കുറിച്ച് ഇത്ര അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടലായിട്ട് കണ്ടുകൊണ്ട് കാർലോ എന്ന് പറയുന്ന ഒരു ടീനേജർ ബാലനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത് ദൈവോന്മുഖരായി ജീവിച്ചതുകൊണ്ടാണ്. അതുകൊണ്ട് രോഗം വന്ന് മരിക്കുന്നതോ രോഗത്താൽ ബുദ്ധിമുട്ടുന്നതോ ഇതിൻ്റെ ഒന്നും മുമ്പിൽ നിരാശപ്പെടലല്ല, ഇതിൻ്റെ ഒന്നും മുമ്പിൽ ദൈവത്തെ പഴിക്കലല്ല, മറിച്ച് ജീവിതത്തിൽ സംഭവിക്കുന്ന എന്തും ദൈവത്തോട് ചേർന്ന് ദൈവഹിതമായി ഏറ്റെടുക്കുന്നിടത്താണ് ഒരു യഥാർത്ഥമായ ആനന്ദമുള്ള ജീവിതം ഉണ്ടാകുന്നത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അതാണ് ബ്രദർ ജോണിൻ്റെ വാക്കുകൾ വളരെ കൃത്യമായി ദൈവഹിതത്തിനനുസരിച്ച് ദൈവഹിതത്തിന് വിധേയപ്പെട്ട് ജീവിച്ചിരുന്ന ആളാണ് കാർലോ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ, പ്രത്യേകിച്ച് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ഈ ഒരു വലിയ ഇതിനെക്കുറിച്ച് അതിനൊരു ആധികാരികത കൂടിയാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത്. ദിവ്യകാരുണ്യം ഇന്നും ജീവിക്കുന്ന ക്രിസ്തു സാന്നിധ്യമാണ്. ദിവ്യകാരുണ്യം യേശുവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവുമാണ്. അതാണ് നമ്മൾ ഓരോരുത്തരും സ്വീകരിക്കുന്നത്. ആ ബോധ്യത്തോടു കൂടി ഈശോ ജീവനോടെ നമ്മുടെ ഉള്ളിൽ വരുന്നു എന്ന് മനസ്സിലാക്കുന്ന ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് ദിവ്യകാരുണ്യത്തെ വീണ്ടും സ്വീകരിക്കാം ഓരോരുത്തർക്കും. കാരണം പ്രത്യേകിച്ച് കുഞ്ഞു കുട്ടികളോടും ടീനേജേഴ്സിനോടും ചെറുപ്പക്കാരോടും ഒക്കെ കാർലോ പറയുന്നു, ഞങ്ങളല്ല, കാർലോ പറയുന്നത് ഇത് തന്നെയാണ്. നമുക്ക് കുറച്ചുകൂടി ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു ഗൗരവം കാണാം, കുറച്ചുകൂടി ദിവ്യകാരുണ്യത്തിൻ്റെ ആഴം നമുക്ക് കാണാം. ദിവ്യകാരുണ്യം എന്ന് പറയുന്ന വലിയ ആരാധനയെ നമുക്കതിൻ്റെ എല്ലാ സ്നേഹത്തോടും ഒരു അനുഭവത്തോടും കൂടി സ്വന്തമാക്കാം. ദൈവം അതിനെ നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ കാർലോ അക്വിറ്റസിൻ്റെ ജീവിത അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വന്തം ജീവിതത്തിൽ ബോധ്യവും ചില പ്രചോദനവും ഒക്കെ ലഭിച്ച പങ്കുവെക്കലുകൾ നമുക്ക് കേൾക്കാം. കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങി വരാം. എൻ്റെ പേര് ജസ്റ്റിൻ.
ഈ വളരെ അടുത്ത നാളുകളിലാണ് കാർലോയെ പറ്റി അറിയാനായിട്ട് കഴിഞ്ഞത്. സോഷ്യൽ മീഡിയാസിൽ പ്രത്യേകിച്ച് ഫേസ്ബുക്കിലൊക്കെ വളരെയധികം കാര്യമായിട്ട് ഷെയർ ചെയ്യപ്പെട്ടിട്ടാണ് ഈ കാർലോയെ പറ്റിയൊക്കെ ഇങ്ങനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു. കുറച്ച് ഡേറ്റയെ കളക്ട് ചെയ്ത് അതേക്കുറിച്ച് പഠിച്ചപ്പം മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൽ ജീവിച്ച ഒരു വിശുദ്ധിയിലേക്ക് വരുന്ന ആളെന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ പ്രായത്തിൽ, നമ്മുടെയൊക്കെ ഈ ഒരു പ്രായത്തിൽ ജീവിച്ച ആളായിരുന്നു കാർലോ. ക്രിസ്തുവിനോടൊപ്പമാണ് നമ്മൾ നടക്കുന്നത്, ക്രിസ്തുവിനോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോഴും അതെങ്ങനെ 100% ജീവിതത്തിൽ ക്രിസ്തുവിനൊപ്പം ജീവിക്കാം, അല്ലെങ്കിൽ എങ്ങനെ ക്രിസ്തുവിനോട് ജീവിക്കാം എന്ന് കാണിച്ചു തന്ന ഒരാളാണ് ഈ കാർലോ. അദ്ദേഹം ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം ക്രിസ്തുവിനെ ഒപ്പം നടന്നാണ് ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സമയത്തെ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ച് ഇൻ്റർനെറ്റിൻ്റെയൊക്കെ ആണെങ്കിലും എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ക്രിസ്തുവിനോടൊപ്പം ജീവിച്ച ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ജീവിതമൊക്കെ ശരിക്കും പഠിക്കുമ്പോൾ ചലഞ്ചിങ് ആണ് എന്നെപ്പോലുള്ള ആൾക്കാർക്കൊക്കെ പ്രത്യേകിച്ച്. കാരണം ഇങ്ങനെ ക്രിസ്തുവിനോട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ പോകുന്നു, കൃത്യമായിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ശ്രമിക്കുന്നു. അപ്പോഴും എവിടേക്കോ ഒരു കുറവ്, അല്ലെങ്കിൽ ഏതൊക്കെ സമയത്തൊക്കെ ക്രിസ്തുവിനോടൊപ്പം നമ്മൾ മാറിപ്പോകുന്നുണ്ടെങ്കിൽ ആ ഒരു സാധനമൊക്കെ വളരെ കാര്യമായിട്ട് എങ്ങനെ ടേക്കപ്പ് ചെയ്യാം എന്ന് കാണിച്ചു തരുന്ന ഒരാളായിരുന്നു ഈ കാർലോ. അദ്ദേഹത്തിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്കത് വളരെ കാര്യമായിട്ട് മനസ്സിലാവും. എന്നെ പേഴ്സണലി സ്ട്രൈക്ക് ചെയ്ത ഒരു കാര്യം ഇതാണ്, വിശുദ്ധ കുർബാനയെ സ്നേഹിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ഞാനും പേഴ്സണലി വിശുദ്ധ കുർബാന വളരെ സ്നേഹിക്കുന്ന ഒരാളാണ്. പക്ഷേ ഈ വിശുദ്ധ കുർബാനയെ സ്നേഹിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും കൂട്ടുകാരുടെ ഇടയിലൊക്കെ വിശുദ്ധ കുർബാനയെ ആൾക്ക് കാണിച്ചു കൊടുക്കാനും, അല്ലെങ്കിൽ വിശുദ്ധ കുർബാനയിലേക്ക് മറ്റുള്ള നയിക്കാനൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അതെന്നെ വല്ലാതൊരു ഇൻസ്പയർ ചെയ്തൊരു കാര്യമായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം ജീവിച്ച ചെറിയ കാലഘട്ടത്തിൽ, വളരെ 15 വർഷം മാത്രം ജീവിച്ച കാലഘട്ടത്തിൽ നമ്മളിന്ന് ഉപയോഗിക്കുന്ന അതേ സാങ്കേതിക വിദ്യകളും സൗകര്യങ്ങളും സാഹചര്യങ്ങളൊക്കെ വെച്ചിട്ട് ഒരു വിശുദ്ധിയിലേക്ക് വളരെ കാര്യമായിട്ട് എത്താനായിട്ട് ശ്രമിച്ചു എന്നത് അദ്ദേഹത്തിൻ്റെ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ വളരെ ഒരു ഇൻസ്പയറിംഗ് ആയി. സ്നേഹമുള്ളവരെ, വിശുദ്ധ ജീവിതം നയിച്ച കാർലോ അക്വിറ്റിസിനെ കുറിച്ച് കുറച്ചൊന്ന് പഠിക്കാനായിട്ട് ഈ അടുത്ത നാളുകളിലാണ് അവസരം കിട്ടിയത്. ഈ ഒരു 21-ാം നൂറ്റാണ്ടിൻ്റെ പ്രതിഭയായി വളരെ ഒരു അത്ഭുതകരമായ ജീവിതം നയിച്ച അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ ധാരാളം കാര്യങ്ങൾ സ്വാധീനിച്ചു. 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പങ്കുവയ്ക്കണമെന്ന് തോന്നുകയാണ്. ഒന്നാമത്തേത്, അദ്ദേഹം ഒരു ശാഠ്യം ജീവിതത്തിൽ സൂക്ഷിച്ചിരുന്നു. ഒരു പ്രത്യേക ഒരു ശാഠ്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അത് മറ്റൊന്നുമല്ല, നമ്മളെല്ലാവരും ധാരാളം ജോലികൾ ചെയ്യുന്നവരാകാം, എന്നാൽ ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാത്ത ദിവസം അത്താഴം കഴിക്കില്ല എന്നൊരു ശാഠ്യം കാർലോയ്ക്കുണ്ടായിരുന്നു. അത് സത്യത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചു. എന്നും ഉറങ്ങാൻ ആയിരിക്കുമ്പോൾ അങ്ങനെ ഒന്ന് ചിന്തിക്കണമെന്ന് എനിക്കും തോന്നി. രണ്ടാമത്തത്, അദ്ദേഹത്തിൻ്റെ പപ്പ ചോദിച്ച ഒരു കാര്യത്തോട് നോ പറയുന്നതും അതിൻ്റെ കാരണം പറയുന്നതും സ്വാധീനിച്ചു. പപ്പ കാർലോയോട് പറഞ്ഞു, നമുക്ക് വിശുദ്ധ നാട്ടിൽ തീർത്ഥാടനത്തിന് പോകാം. കാർലോ പെട്ടെന്ന് തന്നെ പറയുന്നത്, ഞാൻ വരുന്നില്ല. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത്, 2000 വർഷങ്ങൾക്ക് മുമ്പ് ജെറൂസലേം നഗരത്തിൽ ജീവിച്ച അതേ ക്രിസ്തു തന്നെയാണ് നമ്മുടെ ഇടവക ദേവാലയത്തിലെ സക്രാരിലിരിക്കുന്നത്, ഞാൻ അവിടെ പോയിക്കോളാം. അത് വളരെയധികം സ്വാധീനിച്ചു. ഇടവക കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന കാർലോയുടെ ആ പ്രവൃത്തി നമുക്കെല്ലാവർക്കും മാതൃകയാണ്. അദ്ദേഹം പറയുന്നത്, അവിടെ അത്ഭുതം, ഇവിടെ അത്ഭുതം, വേഗം വാ, നമുക്ക് പോകാമെന്ന് പറയണത് നിർത്തണമെന്നാണ്. എന്നിട്ട് വളരെ ശക്തമായിട്ട് പറയുന്നു, നമ്മുടെ ഇടവകയിലെ സക്രാരിലിരിക്കുന്ന ക്രിസ്തു മഹാത്ഭുതമാണ്. ഇടവകയെ കുറേ കൂടി ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. ഈ 2 കാര്യങ്ങളാണ് കാര്യമായിട്ട് സ്വാധീനിച്ചത്. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. കാർലോയുടെ ജീവിതത്തെ പഠിക്കാനും അദ്ദേഹത്തെക്കുറിച്ച് പങ്കുവയ്ക്കാനും കിട്ടിയ ഈ ഒരു നിമിഷത്തെ വളരെ ഒരു ഭാഗ്യമായി കരുതുന്നു. കാർലോയുടെ ജീവിതം നമുക്ക് മാതൃകയും കൂടുതൽ ഉന്മേഷവും നൽകട്ടെ. എല്ലാവർക്കും നന്ദി. ദൈവഹിതത്തിന് വിധേയപ്പെട്ട ഒരു ജീവിതമായിരുന്നു കാർലോ അക്വിറ്റിസിൻ്റേത്. നമ്മളെല്ലാവരും ആ ഒരു ദൈവഹിതത്തിന് വിധേയപ്പെടുമ്പോൾ ജീവിതം എന്തുമാത്രം മനോഹരമാകുമെന്ന് കാർലോ അക്വിറ്റിസ്, പ്രത്യേകിച്ച് ഈ കാർലോ അക്വിറ്റിസിൻ്റെ അനുഭവങ്ങൾ ജീവിതത്തിൽ സ്വാധീനിച്ച ഈ പങ്കുവെക്കലുകൾ, ഇപ്പോൾ നമ്മൾ കേട്ട ഈ പങ്കുവെക്കലുകൾ നമ്മളെ അത് തന്നെയാണ് ഓർമ്മപ്പെടുത്തുന്നത്. നമുക്കും ദൈവത്തിൻ്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കാം, അതിനായിട്ട് പ്രാർത്ഥിക്കാം, അതിനായിട്ട് പ്രയത്നിക്കാം. ദൈവം നമ്മളെ വഴി നടത്തും, ഷുവറാണ്. അതുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എപ്പിസോഡിലെ പങ്കുവെക്കലുകൾക്ക് നമ്മുടെ 2 ബ്രദേഴ്സിനും നന്ദി പറയുന്നു. നമുക്ക് ഹൈവേ ടു ഹെവൻ വീണ്ടും അടുത്ത എപ്പിസോഡിൽ കാണാം.